മാർക്സിസത്തിൻ്റെ ഒരു വിജയം ഇപ്പോഴായാലും എപ്പോഴായാലും ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ക്രൂഷ്യൽ വിത്ത് എവറി സക്സസ്ഫുൾ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്. ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും വിജയിച്ച ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും ഒരു അടിസ്ഥാന സമവാക്യം എന്താണെന്ന് എനിക്കറിയാം. മലയാളത്തിൽ നമ്മൾ ഇരവാദം എന്ന് പറയും, അല്ലെങ്കിൽ പീഡിതർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, നശിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇരയാക്കപ്പെടുന്ന കുറേ ജനങ്ങളുണ്ട്, അവർക്ക് വേണ്ടി നിൽക്കുക. ഇത് വളരെ ആകർഷകമായ സമ്മോഹനമായ ഒരു സാധനം. നിങ്ങൾ അങ്ങനെ നിൽക്കുന്നോ ഇല്ലയോ എന്നുള്ളതൊരു വിഷയമല്ല, മറിച്ച് നിങ്ങൾ അങ്ങനെ നിൽക്കുന്നോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു രാഷ്ട്രീയ വ്യവസ്ഥയിലും മുന്നേറാൻ കഴിയും എന്നുള്ളത്. അതായത് അങ്ങനെ നിങ്ങൾ നിൽക്കുന്നു എന്നുള്ളതല്ല, നിൽക്കുന്നു എന്ന് പറയുക. വിക്ടിംഹുഡ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര പൊളിറ്റിക്കൽ വെപ്പണാണ്. ഇരയാക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു. ഏത് രാഷ്ട്രീയം എടുത്ത് നോക്കുക, മിക്കവാറും രാഷ്ട്രീയങ്ങളെല്ലാം ചലിക്കുന്നത്, വിജയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇത് ഉന്നയിക്കുന്നുണ്ടാവും. മാർക്സിസം അത് ഒന്നോന്തരമായി ഉന്നയിക്കുന്നു എന്നുള്ളതാണ് മാർക്സിസത്തിൻ്റെ ഒരു വിജയ സമവാക്യം. ഇനി മറ്റൊന്ന്, ഞാൻ ആനയും ഉറുമ്പും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മാർക്സിസം യഥാർത്ഥത്തിൽ മനുഷ്യനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിലൊരു വമ്പൻ പരാജയമാണ്. മനുഷ്യൻ്റെ വ്യവസ്ഥകളും മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും ചിന്തകളും സ്വഭാവങ്ങളും ഒന്നും അതൊട്ടും പരിഗണിക്കുന്നില്ല. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ കാർട്ടയുടെ കഴിവൻ പറഞ്ഞപ്പോൾ നാച്ചുറലിസ്റ്റിക് ഫാലസി അല്ലെങ്കിൽ നാച്ചുറൽ ഫാലസി, അതായത് നാച്ചുറൽ ആണ് എന്നുള്ളത് കൊണ്ട് ഒരു കാര്യം ശരിയും തെറ്റും ആവുന്നില്ല എന്ന് പറയും. ഇവിടെ നിങ്ങൾ പറയുന്നു കമ്മ്യൂണിസം നടത്തുന്ന അൺനാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണെന്ന് പറയുന്നു, നാച്ചുറലായിട്ട് മനുഷ്യനെ വിടണം എന്ന് പറയും. കുഴക്കുകയാണ്. നാച്ചുറലിസ്റ്റ് ഫാലസി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നാച്ചുറൽ ആയതുകൊണ്ട് ശരിയോ തെറ്റോ ആകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പ്രകൃതി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും സംരക്ഷിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. പ്രകൃതിയിൽ നമുക്ക് വളരെ മോശമായ വിഷമായിട്ടുള്ള സാധനങ്ങളുണ്ടാവാം, നമ്മളെ ദ്രോഹിക്കുന്ന കാര്യങ്ങളുണ്ടാവാം. പ്രകൃതിയിൽ 99% സ്പീഷീസിനെ നശിപ്പിച്ചത് ഈ പ്രകൃതിയാണ്. പ്രകൃതിയിലുള്ള പല കാര്യങ്ങളും വളരെ ആപത്താണ്, അപകടമാണ്, കഴിക്കരുത്. അപ്പോൾ പ്രകൃതിദത്തം എന്ന് പറഞ്ഞതുകൊണ്ട് പൂർണ്ണമായും ഒരു കാര്യം ശരിയോ തെറ്റോ ആകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ എന്താണ്, മനുഷ്യൻ്റെ ട്രെയ്റ്റ്സും ക്യാരക്ടറിസ്റ്റിക്സും അവൻ്റെ ഇമ്പൾസസും ബോഡി ഫങ്ഷനും സംബന്ധിച്ചുള്ള ഒരു നാച്ചുറാലിറ്റി ഉണ്ട്. ആ നാച്ചുറാലിറ്റിയാണ് അവനെ സംബന്ധിച്ചുള്ള അവൻ ആവർത്തിച്ച് കണ്ടെത്തുന്നത് അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നത്. അതിനൊരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഇത് നാച്ചുറൽ ഫാലസി അല്ല എന്ന് പറയാൻ കാരണം, പുരോഹിതർ, സെലിബസി ആഘോഷിക്കുന്ന പുരോഹിതർ, അവർക്കത് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അവർ കേസുകളിലേക്ക് പോവുകയും പിന്നീട് അപമാനിതരാകുകയും ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ദേ ആർ ട്രൈങ് ടു ഡു ആൻ അൺനാച്ചുറൽ തിങ്, not supported by their brain or their body. They cannot do it because it is not natural to them. മനുഷ്യൻ്റെ ആഗ്രഹം, ഇപ്പോൾ സ്വകാര്യ സ്വത്ത് എന്തെങ്കിലും സ്വന്തമാക്കി വെക്കണമെന്നുള്ള ആഗ്രഹം, ഇത് വളരെ നാച്ചുറലായിട്ടുള്ള കാര്യമാണ്. നിങ്ങളത് റെഗുലേറ്റ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാലും അത് അടിസ്ഥാനപരമായി അവസാനത്തെ മനുഷ്യൻ, അവസാനത്തെ ബ്രെയിനിൻ്റെ അവസാനത്തെ ആഗ്രഹവും നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നായിരിക്കും, പിടിച്ചു നിൽക്കാൻ ഒരു സ്ഥലം. സ്വകാര്യ സ്വത്തിൻ്റെ നിഷേധം എന്ന് പറയുന്നത് ഒരു മനുഷ്യനും അംഗീകരിക്കാൻ പോകുന്നു. അങ്ങനെ മനുഷ്യൻ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മനുഷ്യൻ്റെ ബേസിക് ട്രെയ്റ്റ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഇതൊക്കെ സംബന്ധിച്ച് നാച്ചുറലായിട്ടുള്ള സമവാക്യങ്ങൾ നിങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ ആ സമൂഹം അത് കുറേ കഴിയുമ്പോൾ അത് തിരസ്കരിക്കും എന്നുള്ളതാണ്. അതാണ്, അല്ലാതെ നാച്ചുറൽ ഫാലസി അല്ല. നാച്ചുറൽ ആയതുകൊണ്ട് ശരിയാണെന്നോ തെറ്റാണെന്നോ അല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഇതാണ് മനുഷ്യൻ്റെ പ്രകൃതം എന്നുള്ളതാണ്.